എന്തിനാണ് കാശ് കൊടുത്ത് തിയേറ്ററിൽ പോയി ഹൊറർ സിനിമ നമ്മൾ കാണുന്നത്? ഒന്ന് പേടിക്കാൻ. അങ്ങനെയാണെങ്കിൽ DSR നമ്മളെ പേടിപ്പിക്കും. സത്യം പറയാമല്ലോ, ഗംഭീര ഹൊറർ സിനിമയാണ് DSR. തിയേറ്ററിൽ തന്നെ പോയി കാണണം. പ്രത്യേകിച്ച് നല്ല സൗണ്ട് എഫക്റ്റ് ഉള്ള തിയേറ്ററിൽ കണ്ട അതിന്റെ ഫീല് കിട്ടും. ഈ ഗംഭീര സിനിമ, നല്ല സിനിമ എന്നൊക്കെ കേൾക്കുമ്പോൾ ഇത് വലിയൊരു ക്യാൻവാസ് ഉള്ള പടമാണെന്ന് കരുതരുത്. കാരണം ബ്രഹ്മയോഗം പോലെ പടമൊക്കെ ആയിട്ട് പലരും കമ്പയർ ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ മണ്ടത്തരമാണ്. കാരണം അത് വേറൊരു കാലഘട്ടത്തെ വേറൊരു കഥ. പിന്നെ മമ്മൂട്ടിയെ പോലെ വലിയൊരു എക്സ്പീരിയൻസ് ആയ ആക്ടർ സിനിമ അഭിനയിക്കുന്ന സിനിമയാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ ഒരു റിയൽ ലൈഫിൽ ഇപ്പോഴത്തെ കാലത്ത് നടക്കുന്ന പോലൊരു കഥ പോലത്തെ വളരെ ചെറിയ ചുരുങ്ങിയ ലൊക്കേഷനുകൾ വെച്ചുകൊണ്ട് മിനിമം ആൾക്കാരേ ഉള്ളൂ, വലിയ ആളുകളൊന്നുമില്ല, കുറച്ച് 3-4 പേരേ ഉള്ളൂ. പക്ഷേ എല്ലാവരും ഗംഭീര പെർഫോമൻസ്. പ്രണവിന്റെ അസാധ്യ പെർഫോമൻസ്. അതിലേക്ക് വരാൻ മുമ്പ് രാഹുൽ സദാശിവൻ, ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ്. പ്രമേയോഗ സിനിമ കണ്ടപ്പോൾ നമ്മൾ റേഞ്ച് മനസ്സിലാക്കിയത്. പ്രമേയോഗമല്ല, ഭൂതകാലം മുതലേ അദ്ദേഹം നമ്മളെ പീഡിപ്പിച്ചു തുടങ്ങിയാണ്. പക്ഷേ പ്രമേയോഗത്തിനകത്താണ് കുറച്ചുകൂടെ നമ്മൾ അദ്ദേഹത്തിന്റെ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയൊക്കെ എടുക്കുകയും 3 പേരെ വെച്ചുകൊണ്ട് 3 മണിക്കൂർ 2.5 മണിക്കൂർ സിനിമയായിട്ട് നമ്മളെ വരട്ടുകയാണ്. ഇതിലേക്ക് വരുമ്പോൾ തന്നെ ഇതിനകത്ത് ഇത് വേറെ സ്ഥലമാണ്. ഈ പറഞ്ഞ പോലെ പഴയ ഈ യക്ഷ കഥകളിൽ കാണുന്ന പോലെ ചുണ്ണാമ്പ് ചോദിക്കുകയോ അല്ലെങ്കിൽ തേറ്റ കാണിക്കുകയോ പല്ല് കാണിക്കുകയോ അല്ലെങ്കിൽ വെള്ളസാരി, ഇതൊന്നുമില്ല. ഈ പരിപാടിയേ ഇല്ല. ഇതുപോലൊരു സ്ഥലം ഉണ്ടെങ്കിൽ അതിനകത്ത് ഹൊറർ ഉണ്ടാക്കാൻ പറ്റും. വെറും നമ്മുടെ കൈ തട്ടിയൊരു സാധനം ഗ്ലാസ് താഴെ വീണ് പൊട്ടിയാൽ അതിനകത്ത് പോലും ഒരു ഹൊറർ എലമെന്റ് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ എന്തുമാത്രം അതൊരു സ്കില്ലാണ്. അത് എഴുതി ഫലിപ്പിക്കുന്ന ഒരു ഡയറക്ടർക്ക് പറ്റുന്ന കഴിവാണ്. അതിനകത്ത് പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇതിന്റെ കൂടെയുള്ള അതിന്റെ മ്യൂസിക്, സൗണ്ട് എഫക്ട്. സിനിമ മൊത്തം കൊണ്ടുപോകുന്ന ഒരു എഫക്റ്റ് വഴിയാണ് സിനിമ പോകുന്നത്, വെറും കഥയല്ല. ഡയലോഗുകളില്ല അതിനകത്ത്. ഡയലോഗുകളിലേക്കാണ് കൂടുതൽ എക്സ്പ്രഷൻ, ഈ പറഞ്ഞ ഒരു റിയാക്ഷൻ ഒക്കെ വെച്ചാണ് സിനിമ കംപ്ലീറ്റ് പോകുന്നത്. അതിനകത്ത് സത്യമായ ഒരു സ്ലോ പേസ്ഡ് ത്രില്ലർ ആയിട്ട്, എന്താ പറയുക, സ്ലോ ബേൺ, അങ്ങനത്തെ ഒരു ത്രില്ലർ ടൈപ്പ് സ്വഭാവമുള്ള സിനിമയാണ്. പ്രത്യേകിച്ച് ഒരു ഇന്റർവെല് വരെ കുറച്ചൊരു ലാഗി പോകുന്ന കാര്യമാണ്. ഇന്റർവെലിന് ശേഷം നമ്മൾ കഥയിലേക്ക് അറിയാതെ അങ്ങ് ഹുക്കായി പോകും. പിന്നെ നമ്മളെ അങ്ങ് കഥ വലിച്ചുകൊണ്ട് പോവുകയാണ്. ശരിക്കും നമ്മളൊരു അറ്റ്മോസ്ഫിയറിക് ഹൊറർ എന്ന് പറയില്ലേ, അതായത് പ്രത്യേകിച്ച് വേറൊന്നും ഇല്ലാതെ ഒരു സ്ഥലത്ത് നമ്മളെ പേടി ഉണ്ടാക്കാൻ പറ്റും വെച്ചാൽ വലിയ കഴിവാണത്. പ്രണവിന്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ്. എന്തൊരു അഭിനയമാണ് പ്രണവ്. അത് ഭയങ്കര അദ്ദേഹം ഇത് മോഹൻലാലിന്റെ മകനായതുകൊണ്ട് ലാലേട്ടന്റെ ഒരു മാനറിസങ്ങളൊന്നുമില്ല. അയാളുടെ സ്റ്റൈലാണ്, പുള്ളിയുടെ ഓൺ രീതിയിൽ പുള്ളി ചെയ്യുന്നത്. ലുക്കിലൊക്കെ നമുക്ക് ചിലപ്പോൾ നോട്ടത്തിലൊക്കെ ചിലപ്പോൾ മോഹൻലാലിന്റെ ഒരു ഫീച്ചേഴ്സ് ഫീൽ ചെയ്യും. പക്ഷെ അഭിനയിക്കുന്ന രീതിയൊക്കെ എക്സ്ട്രീംലി പ്രണവ് മോഹൻലാൽ സ്റ്റൈലാണ്. ഇതിനകത്ത് ആ പ്രണവ് മോഹൻലാൽ എന്ന വ്യക്തിയില്ല, കംപ്ലീറ്റ് ക്യാരക്ടറാണ്. റിയൽ റോ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതിനകത്ത് ഈ പേടി വരുന്ന സീനുകളൊക്കെ അദ്ദേഹം ചെയ്യുന്ന രംഗങ്ങൾ കണ്ടാൽ നമുക്ക് ആ അസ്വസ്ഥത നമുക്കും ശ്വാസം മുട്ടലുണ്ടാകും. അതുപോലത്തെ രീതിയിലാണ് അത് എക്സ്പ്രസ് ചെയ്യുന്നത്. അത്രയ്ക്കും ഗംഭീരമായിട്ട്. അതുപോലെ ഡെലിവറിയൊക്കെ വളരെ ഫാർ ബെറ്റർ ആയിട്ട് ഇമ്പ്രൂവ് ചെയ്യും. മലയാളമൊക്കെ സംസാരിക്കുന്നത് കുറച്ചുകൂടെ ഭയങ്കര മച്ചുറായിട്ട് സംസാരിക്കുന്ന രീതിയുണ്ട്. സാധാരണ ഒരു ഈസി തമാശയെ പറയുന്ന പ്രണവിനെയാണ് കണ്ടു തുടങ്ങിയത് മറ്റേ പഴയ പടങ്ങളൊക്കെ. പക്ഷേ ഇതിനകത്ത് പക്ക ഒരു മുഷിപ്പിക്കുന്ന സ്വഭാവമുള്ള ഒരാളായിട്ടാണ് കാണിക്കുന്നത്. ആദ്യം കുറച്ചൊരു അരഗൻ്റായ, കാശുകാരനായ, ഭയങ്കര വലിയ കോടീശ്വരനായ ഒരു അച്ഛൻ്റെ മകനായിട്ട് കാണിക്കുന്നു. ആ പുള്ളി ഒരു വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നു. അവിടെ ഉണ്ടാകുന്ന കുറേ ഇൻസിഡൻറ്റ് വെച്ചുകൊണ്ടാണ് നിങ്ങൾ കാണുന്ന ഒരു വീടിനകത്ത് ഹൊറർ ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ നമുക്ക് പിന്നെ അവസാനം നമ്മുടെ വീടിൻ്റെ സ്റ്റെയർ പോലും കയറുമ്പോൾ ചെറിയ പേടി പോകുന്നു. അത്രയ്ക്കും ഗംഭീരമായിട്ടാണ് അതിനകത്ത് എലമെന്റ് വെച്ചത്. മൊത്തം സിനിമാറ്റിക് ഒരു സ്കില്ലിൽ കൂടെയാണ് നമ്മളെ പേടിപ്പിച്ചിരിക്കുന്നത്. ഇതിന്റെ എടുത്തു പറയേണ്ടത് ഈ പറഞ്ഞ സൗണ്ട് എഫക്റ്റും ഈ പറഞ്ഞ ക്രിസ്റ്റോസേവന്റെ മ്യൂസിക്കുമാണ്. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിന്റെ കൂടെ കുറെ അഭിനയിച്ച ആളുകൾ. നമ്മൾ കാണുന്ന സാധാരണ ഒരു സിനിമ എന്ന് എടുക്കുമ്പോൾ ഇവരെ പോലെ ആളുകൾക്കൊന്നും ആരും ചാൻസ് അങ്ങനെ വലിയൊരു റോള് കൊടുക്കാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇതിനകത്ത് അവർ കൊടുത്തോണ്ട് പ്രൂവ് ചെയ്യാൻ പറ്റി. പേരുകൾ ഞാൻ എടുത്ത് പറയുന്നില്ല, നിങ്ങളത് അതിന്റെ സസ്പെൻസ് കളയുന്നില്ല. 1-2 പേരുണ്ട്, നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അപ്രതീക്ഷിതമായ പെർഫോമൻസ് ഒക്കെ അവസാനമൊക്കെ ആകുമ്പം അതിനകത്ത് ഒരാളുണ്ട്, എന്തൊരു പെർഫോമൻസ് അവർ ചെയ്യുന്നു ആ സമയം. ആ സിനിമയുടെ ഒക്കെ കംപ്ലീറ്റ് അതിന്റെ ഒരു റിയാക്ഷൻ നമുക്ക് കിട്ടുന്ന, ഇവർ പേടിക്കുമ്പോൾ ഇവരുടെ മുഖത്തുണ്ടാകുന്ന എക്സ്പ്രഷൻസും ഈ കാണുന്ന എലമെന്റിൽ കൂടെ നമുക്ക് പേടി കിട്ടുന്നത്. അതുകൊണ്ട് ഇതൊരു നല്ല സിനിമയാണ്. തിയേറ്റർ വാച്ച് തന്നെയാണ്. ഒരു സ്ലോ പേസ് ത്രില്ലർ അല്ലെങ്കിൽ സ്ലോ പേസ് ഹൊറർ സിനിമ ഇഷ്ടപ്പെടുന്നവർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ കണക്ട് ആകുന്നത്. അല്ലാതെ ഇത് എൻ്റെ ഭയങ്കര ഫാസ്റ്റായിട്ട് പഴയ യക്ഷിക്കഥകളും ഒക്കെ പ്രതീക്ഷിച്ച് പോകുന്നവർക്കൊന്നും ഇത് വർക്കാവണമെന്നില്ല. പക്ഷേ ഇത് ഇഷ്ടപ്പെടും. ഇത് സിനിമാറ്റിക്കലി നല്ല സിനിമയാണ്, ഗംഭീര പടമാണ്. പക്ഷേ ഇത് വലിയ ക്യാൻവാസ് എടുത്ത അതിമാരക ബ്രഹ്മാണ്ഡ സിനിമ എന്നല്ല ഉദ്ദേശിക്കുന്നത്. കണ്ടന്റിനോട് നീതി പുലർത്തുന്ന റിയൽ റോ ഒറിജിനൽ മൂവി നമുക്ക് കാണാം. അതിൻ്റെ ചില അവസാനം ക്ലൈമാക്സിൽ വരുന്ന ചില സാധനങ്ങളൊക്കെ നിങ്ങളത് ഒന്ന് ഓൺലൈനിൽ അടിച്ചു നോക്കി നിങ്ങൾക്ക് അതിൻ്റെ റിയൽ ഇൻസിഡൻസ് ഒക്കെ കിട്ടും കേട്ടോ. അങ്ങനെയുള്ള നല്ല കുറേ റെഫറൻസുകളൊക്കെ ഉള്ള ഗംഭീരമായ മേക്ക് ചെയ്ത സിനിമയാണ് DSR. പോയി കാണുക, പേടിക്കുക. താങ്ക് യു.